ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുണ്ടക്കൈ സ്വദേശിനി പാലക്കോടൻ ആയിഷ ഇനി പുതിയ ജീവിതത്തിലേക്ക്. 1.5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത ആയിഷ ആശുപത്രി വിട്ടു. മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. ായ ആയിഷയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് പേരക്കുട്ടിയായ 15-കാരൻ മുഹമ്മദ് ഹാനി. കമ്പിയിൽ തൂങ്ങി 7 മണിക്കൂറോളം മരണവുമായി മല്ലിട്ടാണ് ഇരുവരും രക്ഷപ്പെട്ടത്. പക്ഷേ അതിജീവനം ക്ലേശകരമായിരുന്നു. നമുക്ക് ഈ ഉമ്മാനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരിക്കലും ഉമ്മാനെ ഈ രൂപത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ വന്നതിന് ദൈവത്തോടും പ്രത്യേകിച്ച് വിംസ് ഹോസ്പിറ്റലിനോട് ഞങ്ങൾക്ക് പ്രത്യേക നന്ദി പറയാണ്ട്. അതേപോലെ തന്നെ ഹാനിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഉമ്മാനെ ബാക്കി വെച്ചതായിരിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പൊട്ടിയത് 13 വാരിയലുകൾ, ശ്വാസകോശത്തിന് ഗുരുതര പരിക്ക്, അന്നനാളത്തിൽ ദ്വാരം, വലതുകൈയിൽ പൊട്ടൽ, വെന്റിലേറ്ററിലും ICUയിലുമായി 14 ദിവസങ്ങൾ. പതുക്കെ ആയിഷ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ഒരു ഘട്ടത്തിൽ ഓക്സിജൻ കുറയുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഒരു നല്ലൊരു മാറ്റത്തിലാണ് ഇപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നത്. സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നില്ല. അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് അതിജീവന വഴിയിലേക്ക് ആയിഷ എത്താൻ കാരണം ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ ശ്രമം മൂലമാണ്. ഉമ്മ വന്നപ്പം വാരിയലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ശ്വാസനാളം ട്രക്യ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അടിയന്തരമായുള്ള ചികിത്സ എന്ന് പറയുന്നത് ICD ട്യൂബ്, നെഞ്ചിനകത്തോട്ട് എയർ പുറത്തോട്ട് തള്ളാനുള്ള ഒരു ട്യൂബ് ഇടുക എന്നുള്ളത്. അത് നമുക്ക് വളരെ കൃത്യമായ സമയത്ത് തന്നെ ഇടാൻ പറ്റി. എല്ലാവരും കൂടെയാണ് ഈ ഒരു നല്ലൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഉമ്മയ്ക്ക് തന്നത്. ആശുപത്രി അധികൃതരും ജീവനക്കാരും നൽകിയ പൂച്ചെണ്ടുകൾ ഏറ്റുവാങ്ങിയാണ് ആയിഷ വാടക വീട്ടിലേക്ക് മടങ്ങിയത്. 24 വയനാട്.